ചോദ്യം: 7 കുട്ടികൾക്ക് വേണ്ടി ഒരു മൃഗത്തിന് അക്കീഖത്തറുക്കാമോ? ഉത്തരം: അതെ. ആ മൃഗം ഒട്ടകമോ മാടുവർഗത്തിൽപ്പെട്ടതോ ആവണം. ആടിൽ ഷേർ പറ്റില്ല. അപ്പോൾ മാടുവർഗത്തിൽപ്പെട്ടതിനെ 1, 2, 3 എന്നിങ്ങനെ 7 കുട്ടികൾക്ക് വരെ അറുക്കാവുന്നതാണ്. ചോദ്യം: കുട്ടിയുടെ മുടി കളയലും അക്കീഖത്തറവും ഒരേ സമയത്താവണമെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: ആ കേൾക്കുന്നത് ശരിയല്ല. അറവ് ആദ്യം, പിന്നെ മുടികളയൽ. ഇതാണ് സുന്നത്ത്. അറവിനു മുമ്പാണ് കുഞ്ഞിന് പേര് നൽകേണ്ടത്. ചോദ്യം: അക്കീഖത്ത് മാംസം വേവിച്ച് നൽകൽ സുന്നത്തുണ്ടോ? ഉത്തരം: അതെ, സുന്നത്താണ്. ചോദ്യം: വയറ്റാട്ടിക്ക് മൃഗത്തിന്റെ വലതുപുറക് വേവിക്കാതെ കൊടുക്കൽ സുന്നത്താണെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: അങ്ങനെ നൽകൽ സുന്നത്തുണ്ട്. ഒന്നിലധികം മൃഗങ്ങളുണ്ടെങ്കിൽ അവയുടെയെല്ലാം വലതുപുറക് മുസ്ലിമത്തായ പേറ്റിച്ചയ്ക്ക് നൽകൽ സുന്നത്തുണ്ട്. ഒന്നിലധികം പേറ്റിച്ചകളുണ്ടെങ്കിൽ അവർ വീതിച്ചെടുക്കണം. ചോദ്യം: മാംസം മധുരം ചേർത്ത് വേവിക്കണോ? ഉത്തരം: അത് സുന്നത്താണ്. ചോദ്യം: അതിലടങ്ങിയ യുക്തി എന്ത്? ഉത്തരം: കുട്ടിയുടെ സ്വഭാവമാധുര്യത്തിലുള്ള ശുഭലക്ഷണം. ചോദ്യം: അഖീഖത്ത് മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കാതിരിക്കൽ സുന്നത്താണല്ലോ. ഈ നിയമം അറുക്കുന്നവനും തിന്നുന്നവനും ബാധകമാണോ? ഉത്തരം: അതെ. കഴിവിന്റെ പരമാവധി എല്ല് പൊട്ടിക്കാതിരിക്കൽ രണ്ടു കൂട്ടർക്കും സുന്നത്തുണ്ട്. ചോദ്യം: എല്ല് പൊട്ടിക്കാതിരിക്കുന്നതിലെ യുക്തി എന്ത്? ഉത്തരം: കുഞ്ഞിന്റെ അവയവങ്ങൾ അപകടം ഇല്ലാതെ രക്ഷപ്പെടുകയെന്നതാണ് അതിലെ യുക്തി. ചോദ്യം: അഖീഖത്തറവിൽ തക്ബീർ സുന്നത്തുണ്ടോ? ഉത്തരം: അതെ, സുന്നത്തുണ്ട്. ചോദ്യം: മാടുവർഗത്തിലെ മൃഗത്തിന്റെ 1/7 കൊണ്ട് ഉളഹിയത്തും മറ്റൊരു 1/7 കൊണ്ട് അഖീഖത്തും കരുതിയാൽ രണ്ടും ലഭിക്കുമോ? ചോദ്യം: അഖീഖത്ത് മാംസം അമുസ്ലിങ്ങൾക്ക് നൽകാമോ? ഉത്തരം: പാടില്ല, നിഷിദ്ധമാണ്. ഇവിഷയത്തിൽ ഉളഹിയത്തിലെ അതേ നിയമം തന്നെയാണ് അഖീഖത്തിലുമുള്ളത്. ചോദ്യം: ജാരസന്തതിയുടെ അറവ് ആര് നടത്തണം? ഉത്തരം: കുഞ്ഞിന്റെ ഉമ്മ. ചോദ്യം: അഖീഖത്തിന്റെ തോൽ വിൽക്കാമോ? ഉത്തരം: പാടില്ല, നിഷിദ്ധമാണ്. ചോദ്യം: അഖീഖത്തറക്കാൻ നേർച്ചയാക്കാമോ? ഉത്തരം: അഖീഖത്തറവ് സുന്നത്തുള്ളവർക്ക് അത് അറവ് നടത്താൻ നേർച്ചയാക്കാവുന്നതാണ്. ചോദ്യം: അഖീഖത്തെന്നല്ല റബീഹത്ത് എന്നാണ് പറയേണ്ടതെന്ന് ചിലർ പറയുന്നു. ശരിയാണോ? ഉത്തരം: അഖീഖ എന്ന പേരിൽ പ്രസിദ്ധമാണെങ്കിലും ആ വാക്കിന്റെ ധാതുവിൽ ഉഖൂഖ്, മാതാപിതാക്കളെ വെറുപ്പിക്കൽ എന്നത് ഉള്ളതുകൊണ്ട് അവലക്ഷണം പറയാനിടയുള്ളതുകൊണ്ട് അഖീഖത്ത് എന്ന് പറയാതെ വെറും അറവ്, റബീഹത്ത് എന്നോ പുണ്യബലിയെന്നോ നസീഖത്ത് പറയുകയാണ് നല്ലതെന്നും നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യം: പേരിടേണ്ട സമയം. ഉത്തരം: പ്രസവത്തിന്റെ 7-ാം ദിവസമാണ് പേരിടേണ്ടത്. ചോദ്യം: 7-ാം ദിവസത്തിന് മുമ്പ് കുട്ടി മരണപ്പെട്ടാലോ? ഉത്തരം: എന്നാലും 7-ാം ദിവസം പേരിടലാണ് സുന്നത്ത്. അതിനു മുമ്പ് പേരിടൽ അനുവദനീയമാണ്. പേരിടും മുമ്പ് മരണപ്പെട്ടാൽ അപ്പോൾ പേരിടൽ സുന്നത്താണെന്നാണ് മുഗ്നിയിലുള്ളത്. ചാപ്പിള്ളക്കും പേരിടൽ സുന്നത്തുണ്ട്.